ഗൾഫ് GTV പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UAE മികച്ച തൊഴിലവസരം, ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും നേടാം. ഇന്ന് രാത്രി മുതൽ വീണ്ടും കനത്ത മഴ വരാനിരിക്കുന്ന അസ്ഥിര കാലാവസ്ഥ നേരിടാൻ രാജ്യം ഒരുങ്ങിയതായി UAE അധികൃതർ. മെയ് 2 വ്യാഴാഴ്ചയും മെയ് 3 വെള്ളിയും ദുബായിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളും ഓൺലൈൻ പഠനത്തിലേക്ക് മാറും. ഷാർജയിൽ വീണ്ടും വായനയുടെ വസന്തകാലം. പതിറ്റാണ്ടുകളായി ഇസ്രായേൽ തടവിൽ കഴിയുന്ന ഫലസ്തീനിയൻ നോവലിസ്റ്റിന് അറബ് സാഹിത്യത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചവരുണ്ടോ? ദുബായിലേക്ക് വരൂ. ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനൽ നിർമ്മാണം തുടങ്ങി ദുബായ്. UAEയിൽ പെട്രോൾ വില വർദ്ധിച്ചു, ഡീസലിന് നേരിയ കുറവ്. വാർത്തകൾ വിശദമായി. UAEയിൽ മികച്ച തൊഴിലവസരം. എമിറേറ്റ്സ് എയർലൈൻസ് ആണ് പുതിയ ജോലി ഒഴിവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എയർലൈൻസ് പുതിയ ജോലികളും പൈലറ്റുമാർക്ക് ഉയർന്ന ശമ്പളവും നൽകും. തങ്ങളുടെ ഏവിയേറ്റർ റോളുകൾക്കായി ഉയർന്ന ശമ്പളവും പുതിയ റോളുകളും ഉൾപ്പെടെയുള്ള വലിയ മാറ്റങ്ങളാണ് എമിറേറ്റ്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏപ്രിൽ 26 ലോക പൈലറ്റുമാരുടെ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് എയർലൈൻസ് ഇക്കാര്യം അറിയിച്ചത്. UAEയിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യത പ്രവചിച്ച് കാലാവസ്ഥാ കേന്ദ്രം. ഈ ആഴ്ച UAEയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് പ്രവചനം. ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം വരെ UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഈ ആഴ്ച രാജ്യത്ത് മിതമായതോ കനത്ത മഴയോ പെയ്യാൻ സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. ദുബായിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളും മെയ് 2 വ്യാഴാഴ്ചയും മെയ് 3 വെള്ളിയാഴ്ചയും പ്രതീക്ഷിക്കുന്ന അസ്ഥിര കാലാവസ്ഥയെ തുടർന്ന് ഓൺലൈൻ പഠനത്തിലേക്ക് മാറുമെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ തീരുമാനം. എല്ലാ സ്വകാര്യ സ്കൂളുകൾക്കും നഴ്സറികൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ഇത് ബാധകമാണെന്ന് അതോറിറ്റി അറിയിച്ചു. കുഞ്ഞു മനസ്സുകൾക്കായി അറിവിന്റെ വലിയ ലോകം തുറന്നുകൊണ്ട് ഷാർജയിലെ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ ബുധനാഴ്ച തുടക്കമാവും. വായനോത്സവത്തിന്റെ 15ാമത് പതിപ്പിനാണ് ഷാർജ എക്സ്പോ സെന്ററിൽ തുടക്കമാവുന്നത്. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി വായനോത്സവം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും മേളയിൽ പ്രവേശിക്കാം. ബാലസാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു കൂടിയാണ് ഷാർജ ബുക്ക് അതോറിറ്റി വർഷം തോറും കുട്ടികളുടെ വായനോത്സവം സംഘടിപ്പിക്കുന്നത്. 2 പതിറ്റാണ്ടായി ഇസ്രായേലിന്റെ തടവിൽ കഴിയുന്ന ഫലസ്തീനിയൻ എഴുത്തുകാരൻ ഖാസിം ഖദക്ജിക്ക് അറബ് സാഹിത്യത്തിലുള്ള അന്താരാഷ്ട്ര പുരസ്കാരം. എ മാസ്ക് ദ കളർ ഓഫ് ദ സ്കൈ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. നോവലിന്റെ പ്രസാധകരായ ഡർ അൽ അദബിന്റെ ഉടമ റാണ ഇദ്രീസ് ആണ് ഖദക്ജിക്ക് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അബുദാബിയിൽ നടന്ന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. രാമല്ലയിലെ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്ന പുരാവസ്തു ഗവേഷകനായ നൂർ എന്ന വ്യക്തിക്ക് ഇസ്രായേൽ സ്വദേശിയുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ലഭിക്കുന്ന നീല നിറത്തിലുള്ള തിരിച്ചറിയൽ കാർഡിന്റെ ആസ്പദമാക്കിയാണ് ഖദക്ജിക്ക് എ മാസ്ക് ദ കളർ ഓഫ് ദ സ്കൈ എന്ന നോവൽ രചിച്ചിരിക്കുന്നത്. ലോകത്ത് പല ആധുനിക സജ്ജീകരണങ്ങളും പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ അത് സമഗ്രമായി നടപ്പാക്കുന്നതിൽ പേരുകേട്ട ദുബായ് എമിറേറ്റ്സ് ഇപ്പോൾ എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫീസർ എന്ന തസ്തിക സൃഷ്ടിച്ച് അതിനനുസരിച്ചുള്ള ചീഫ് AI ഓഫീസർമാരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ദുബായ് കിരീടാവകാശി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും നിർമ്മിത ബുദ്ധി എന്ന മേഖല വികസിപ്പിച്ചെടുക്കാനും എല്ലാ സ്ഥാപനങ്ങളിലും വിപുലീകരിക്കാനുമാണ് ഈ പദ്ധതി. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ലൈസൻസ് അവതരിപ്പിക്കാനും ഷെയ്ഖ് ഹംദാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഇത് സംബന്ധിച്ച അറിയിപ്പിൽ പറയുന്നു. അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു പുതിയ ടെർമിനലിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചതായി ദുബായ് പ്രഖ്യാപിച്ചു. ഏകദേശം $35 ബില്യൺ ചെലവിൽ ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനലായി ഇത് മാറുമെന്ന് UAE പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സിലൂടെ അറിയിച്ചു. മെയ് മാസത്തെ ഇന്ധന വില പ്രഖ്യാപിച്ചപ്പോൾ പെട്രോളിന് നിരക്ക് കൂടി. അതേസമയം ഡീസലിന് നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. UAE ഇന്ധന വില നിർണയ സമിതിയാണ് വില പുനർനിശ്ചയിച്ചത്. പുതിയ വില ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. തുടർച്ചയായ 3ാമത്തെ മാസമാണ് പെട്രോളിന് നേരിയ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പെട്രോളിന് 19 ഫിൽസ് വരെയാണ് ഇത്തവണ കൂടിയിട്ടുള്ളത്. ഡീസലിന് 2 ഫിൽസ് ആണ് കുറഞ്ഞത്. സൂപ്പർ 98 പെട്രോൾ വില ലിറ്ററിന് 3.15 ദിർഹമായിരുന്നത് ഇതോടെ 3.34 ഫിൽസായി. കഴിഞ്ഞ മാസം 3.3 ദിർഹമായിരുന്ന സ്പെഷ്യൽ 95 പെട്രോളിന് ഇത്തവണ വില 3.22 ദിർഹമായി. E+91 ലിറ്ററിന് 3.15 ദിർഹമായാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ധന വിലയിലെ മാറ്റം വിവിധ എമിറേറ്റുകളിലെ ടാക്സി ചാർജുകളിൽ പ്രതിഫലിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
ചെയ്യുന്നു.